ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മെറ്റലർജിയിലെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്. ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. കോൺസെൻട്രേഷൻ ഓഫ് ഓർ ഫ്രം ഇറ്റ്സ് ഇമ്പ്യൂരിറ്റീസിനെ മാറ്റി ഓറിനെ നമുക്ക് എങ്ങനെ ശുദ്ധീകരിക്കാം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റലർജിയിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്, എക്സ്ട്രാക്ഷൻ പ്രോസസ്സ്. വാട്ട് യു മീൻ ബൈ എക്സ്ട്രാക്ഷൻ? എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓക്സൈഡ്. മെറ്റലിനെ അതിൻ്റെ ഓറിൽ നിന്നും എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ പഠിക്കുന്നത്. എക്സ്ട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓർ നമുക്ക് തരുന്നു. ഫോർ എക്സാമ്പിൾ Fe2O3 അല്ലെങ്കിൽ Cu2S എന്ന് പറയുന്ന ഒരു ഓർ നമുക്ക് തരുന്നു. ദിസ് ഇസ് കാൾഡ് കോപ്പർ ഗ്ലാൻസ്. ഇതിൽ നിന്ന് കോപ്പറിനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറയുന്നു. യു ആർ ആസ്ക്ഡ് ടു സെപ്പറേറ്റ് കോപ്പർ ഫ്രം കോപ്പർ സൾഫൈഡ് ഓർ കോപ്പർ ഗ്ലാൻസ്. ദെൻ ദ ഓവറോൾ സ്റ്റെപ്സ് ഈസ് കാൾഡ് എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പർ ഫ്രം കോപ്പർ സൾഫൈഡ്. കോപ്പറിനെ കോപ്പർ സൾഫൈഡിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകൾ ഉപയോഗിക്കും, ആ സ്റ്റെപ്പുകളെല്ലാം കൂടെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ പ്രോസസ്സ്. നമുക്ക് നോക്കാം. എക്സ്ട്രാക്ഷനിൽ തന്നെ രണ്ട് സ്റ്റെപ്പുകളുണ്ട്. എക്സ്ട്രാക്ഷനിലുള്ള രണ്ട് സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? കൺവേർഷൻ ഓഫ് ഓർ ടു ഇറ്റ്സ് ഓക്സൈഡ്. കൺവേർഷൻ ഓഫ് ഓർ ടു ഇറ്റ്സ് ഓക്സൈഡ്. രണ്ടാമത്തെ സ്റ്റെപ്പ് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു മെറ്റൽ. അപ്പൊ രണ്ട് സ്റ്റെപ്പുകൾ ഓർക്കുക. ഒന്ന് കൺവേർഷൻ ഓഫ് ഓർ ടു ഓക്സൈഡ്. ഓറിനെ എന്താക്കി മാറ്റുന്നു? ഓക്സൈഡ് ആക്കി മാറ്റുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു മെറ്റൽ. ആദ്യം നമ്മൾ ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സിന് എക്സാമ്പിൾ ഒരെണ്ണം ഞാൻ പറയാം. ഇപ്പൊ സിങ്ക് കാർബണേറ്റ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. കലാമിൻ, ഓർമ്മയുണ്ടല്ലോ പേര്, കലാമിൻ സിങ്ക് കാർബണേറ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ ഓറ്. ഞാനതിനെ ചൂടാക്കുന്നു. ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നു എന്ന് വിചാരിക്കുക. CO2 പോകുന്നു എന്ന് വിചാരിക്കുക. CO2 എലിമിനേറ്റ് ചെയ്ത് പോകുന്നു എന്ന് വിചാരിക്കുക. സിയും 2 Oയും പോയി. എന്തായിട്ട് പോയി? CO2 ആയിട്ട് പോയി. ബാക്കി ഇവിടെ എന്തൊന്നുണ്ട്? ഒരു സിങ്കും ഉണ്ട്, സിയും 2 Oയും പോയി, ബാക്കി ഒരു ഓയും ഉണ്ട്. ഒരു ZNO ഉണ്ട്, ഒരു ഓയും ഉണ്ട്. ZNO ഓയോട് ചേരുമ്പോൾ എന്താവും? ZNO ഈസ് കാൾഡ് സിങ്ക് ഓക്സൈഡ് അല്ലേ? ഇനി വേറെ എക്സാമ്പിൾ എടുക്കാം. CaCO3.MgCO3 എന്നത് രണ്ടെണ്ണോട് ചേർന്നിരിക്കുന്നതാണ്. ഇതിനെ ഞാൻ ചൂടാക്കുന്നു. ഇതൊരു ഓറാണെന്ന് വിചാരിക്കുക. കാൽഷ്യം കാർബണേറ്റ് മാഗ്നീഷ്യം കാർബണേറ്റ് ചേർന്ന് നിൽക്കുന്ന ഒരു ഓറാണെന്ന് വിചാരിക്കുക. ഞാൻ ഇതിനെ ചൂടാക്കുന്നു. ചൂടായി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിൽ നിന്ന് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോകും, ഇതിൽ നിന്ന് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോകും. അപ്പൊ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പോകും? 2 കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നു വിചാരിക്കുക. ഓക്കെ, അപ്പൊ ബാക്കി ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ കാൽഷ്യം ഉണ്ട്, ഇതിൽ നിന്നൊരു സിയും 2 Oയും പോയി, ബാക്കി ഒരു ഓ ഉണ്ട്. അപ്പൊ CAയും ഓയുടെ ചേർന്ന് എന്താവും? CaO. ഇനി ഇവിടെ MgCO3 സിയും 2 Oയും പോയി. അപ്പൊ ബാക്കി ഇവിടെ ഓയും ഒരു MG അല്ലേ ഉള്ളൂ. ഒരു ഓയും ഒരു MGയുടെ ചേരുമ്പോൾ എന്താവും? MgO. ഓക്കെയാണ്. ഇപ്പോഴും ഇവിടെ ഓക്സൈഡുകളാണ് ഉണ്ടായത്. ഇതൊരു ഓറായിരുന്നു, ഇവിടെ ഓക്സൈഡുകൾ ഉണ്ടായി. ഇതും ഒരു ഓറായിരുന്നു, ഇവിടെ എന്തുണ്ടായി? സിങ്ക് ഓക്സൈഡാണ് ഉണ്ടായത്. ഇവിടെ കാൽഷ്യം കാർബണേറ്റ് മാഗ്നീഷ്യം കാർബണേറ്റ് ഓറായിരുന്നു, അത് ചൂടാക്കിയപ്പോൾ കാൽഷ്യം ഓക്സൈഡ് മാഗ്നീഷ്യം ഓക്സൈഡാണ് കിട്ടിയത് അല്ലേ? അതായത് ഓറുകളെ ചൂടാക്കി ഓക്സൈഡുകളാക്കി മാറ്റുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പറഞ്ഞ മനസ്സിലായല്ലോ? ഓറുകൾ എടുത്തതിന് ശേഷം നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് സിങ്ക് കാർബണേറ്റ് അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ഏതാണ്? സിങ്കാണ് വേണ്ടത്. സിങ്ക് കാർബണേറ്റിൽ നിന്ന് നമ്മൾ ഏതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം? സിങ്കിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സിങ്ക് കാർബണേറ്റിൽ നിന്ന് സിങ്കിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പാണ് കൺവേർഷൻ ഓഫ് ഓർ ടു ഓക്സൈഡ്. നമുക്ക് തന്നിരിക്കുന്ന ഓറിനെ എന്താക്കുക? ഓക്സൈഡ് ആക്കുക. എന്നിട്ട് ആ ഓക്സൈഡിനെ എന്ത് കിടക്കുക? ആ ഓക്സൈഡിനെ മാറ്റി എന്താക്കി മാറ്റുക? മെറ്റലാക്കി മാറ്റുക. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. അതിലേക്ക് വരാം. നമുക്ക് ഇത് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ എന്തെടുത്തു? സിങ്ക് കാർബണേറ്റ് എടുത്തു. ഒരു ഓർ എനിക്ക് തന്നിട്ടുണ്ട്, കലാമിൻ ഇസ് കാൾഡ് സിങ്ക് കാർബണേറ്റ്. അതിനെ ഞാൻ ചൂടാക്കിയപ്പോൾ അത് സിങ്ക് ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറി. ഓർ ഈസ് കൺവേർട്ടഡ് ഇൻടു ഓക്സൈഡ്. Then another ore is called CaCO3.MgCO3. ആ ഓറിനെ ചൂടാക്കിയപ്പോൾ we get 2 oxides, calcium oxide and magnesium oxide. ഇനി വേറൊരു കേസ്. ഇപ്പൊ ലെഡ് സൾഫൈഡ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞാനതിനെ ഓക്സിജൻ ഗ്യാസ് കടത്തിവിട്ട് ചൂടാക്കി. നേരത്തെയൊക്കെ ചുമ്മാണ് ചൂടാക്കിയത്. ഇപ്പൊ എന്താ ചെയ്തത്?
ഇപ്പോഴും എനിക്കൊരു ഓറ വന്നേക്കണേ, ലെഡ് സൾഫൈഡ്, ഗലീന എന്നൊക്കെ പറയും പേര് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ലെഡ് സൾഫൈഡ്, ലെഡിന്റെ ഒരു ഓറാണ്. ലെഡ് സൾഫൈഡിലോട്ട് ഏത് പാസ് ചെയ്തു? ഓക്സിജൻ ഗ്യാസ് പാസ് ചെയ്തു. പാസ് ചെയ്തപ്പോൾ ലെഡ് ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡും ഉണ്ടായി. ഏതൊക്കെ ഉണ്ടായി? ലെഡ് ഓക്സൈഡ് ഉണ്ടായി, സൾഫർ ഡൈ ഓക്സൈഡ്. ലെഡ് സൾഫൈഡ് എന്ന് പറയുന്ന ഒരു ഓറാണ്. അതിലേക്ക് ഓക്സിജൻ ഗ്യാസ് പാസ് ചെയ്തപ്പോൾ ഏതൊക്കെ ഉണ്ടായി? ലെഡ് സൾഫൈഡ് ഉണ്ടായി, SO2 ഉണ്ടായി. ഇപ്പോഴും നമുക്ക് മെറ്റൽ ഓക്സൈഡ് ഉണ്ടായില്ലേ? ഒരു ലെഡ് സൾഫൈഡ് എന്ന് പറയുന്ന ഒരു ഓറായിരുന്നു, ലെഡ് സൾഫൈഡ് എന്ന് പറയുന്ന ഒരു ഓറായിരുന്നു. ലെഡ് സൾഫൈഡ് എന്ന് പറയുന്ന ഓറിനെ ഓക്സിജൻ എടുത്ത് ചൂടാക്കിയപ്പോൾ അതിന്റെ എന്തായിട്ട് മാറി? ലെഡിന്റെ ഓക്സൈഡ്, മെറ്റൽ ഓക്സൈഡ് ആയിട്ട് മാറി. ഇനി ഇതിനെ ബാലൻസ് ചെയ്യാൻ പോകണം. 2-3-2-2 നിട്ടാൽ മതി. 2-3-2-2 നിട്ടാൽ മതി, ബാലൻസ്ഡ് ആയിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ. ഇനി വേറെ എക്സാമ്പിൾ എടുക്കാം. കോപ്പർ സൾഫൈഡ്, Cu2S. കോപ്പർ സൾഫൈഡ്, ഇതിന് ഞാൻ ഓക്സിജൻ ഗ്യാസ് കടത്തി ചൂടാക്കുന്നു. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും? കോപ്പറിന്റെ ഓക്സൈഡും ഉണ്ടാവും, പിന്നെ SO2 എന്തും ഉണ്ടാവും? SO2 ഉണ്ടാവും. ഇതും ബാലൻസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. 2-3-2-2 ഇട്ടാൽ മതി, ബാലൻസ്ഡ് ആയിരിക്കും. നോക്കട്ടെ, ഇവിടെയും കോപ്പറിന്റെ ഒരു ഓറായിരുന്നു. കോപ്പറിന്റെ ഓറിനെ ചൂടാക്കിയപ്പോൾ, ഓക്സിജൻ ചേർത്ത് ചൂടാക്കിയപ്പോൾ എന്തായിട്ട് മാറി? കോപ്പറിന്റെ ഓക്സൈഡായി, മെറ്റൽ ഓക്സൈഡ് ആയിട്ട് മാറി. അപ്പൊ ഇവിടെ എല്ലാം ഈ 4 ഇക്വേഷനുകളിലും ഓറിനെ ചൂടാക്കി അതിന്റെ ഓക്സൈഡുകളാക്കി മാറ്റിയിരിക്കുകയാണ്. സിങ്ക് ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, ലെഡ് ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡ് എന്നൊക്കെ പറയുന്നത്. സിങ്ക് എന്ന് പറയുന്ന മെറ്റലിന്റെ ഓക്സൈഡ് ആണ് സിങ്ക് ഓക്സൈഡ്. കാൽഷ്യം എന്ന് പറയുന്ന മെറ്റലിന്റെ ഓക്സൈഡ് ആണ് കാൽഷ്യം ഓക്സൈഡ്. ലെഡ് എന്ന് പറയുന്ന മെറ്റലിന്റെ ഓക്സൈഡ് ആണ് ലെഡ് ഓക്സൈഡ്. കോപ്പർ എന്ന് പറയുന്ന മെറ്റലിന്റെ ഓക്സൈഡ് ആണ് കോപ്പർ ഓക്സൈഡ്. അപ്പൊ നോക്കട്ടെ, മെറ്റലിന്റെ ഓറുകളെ ചൂടാക്കി മെറ്റലിന്റെ ഓക്സൈഡുകളാക്കി മാറ്റി അല്ലേ? ഓറുകളെ ഓക്സൈഡുകളാക്കി മാറ്റി. പക്ഷെ ഒരു ഡിഫറൻസ്, ഈ രണ്ട് കേസും നിങ്ങൾ ഡിഫറൻസ് ഉണ്ട്. എന്താ നിങ്ങൾക്ക് മനസ്സിലായി കാണണം. ഇവിടെ നോക്ക്, ഇവിടെ ജസ്റ്റ് ആ ഓറെടുത്ത് ചൂടാക്കിയതേ ഉള്ളൂ, ഓക്സിജൻ ഒന്നും കടത്തി വിട്ടില്ല. ഓക്സിജൻ കടത്തി വിടാതെ ഓക്സിജന്റെ ആബ്സെൻസിൽ ഒരു വസ്തുവിനെ, ഓക്സിജന്റെ ആബ്സെൻസിൽ ഒരു ഓറിനെ ചൂടാക്കി ഹീറ്റ് ചെയ്ത് ഓക്സൈഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാൽസിനേഷൻ. എന്താണ്? കാൽസിനേഷൻ. അപ്പൊ കാൽസിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ ഓർ ടു ഇറ്റ്സ് മെറ്റൽ ഓക്സൈഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഒരു ഓറിനെ ചൂടാക്കി അതിന്റെ മെറ്റൽ ഓക്സൈഡ് ആക്കി മാറ്റുന്ന പ്രോസസ് നടക്കുന്നത് ആബ്സെൻസ് ഓഫ് ഓക്സിജനിലാണെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് കാൽസിനേഷൻ. കാൽസിനേഷൻ is a process by which ore is converted into its oxide in the absence of oxygen. ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ ഒരു ഓറിനെ ചൂടാക്കി അതിന്റെ ഓക്സൈഡുകളാക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് കാൽസിനേഷൻ. ഇനി ഇവിടെ നോക്കി, ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ എന്താ പ്രശ്നം? ഇവിടെയും നമ്മൾ ഓറുകളെ ചൂടാക്കി ഓക്സൈഡുകളാക്കി മാറ്റുവാണ്. ഓറുകളെ ചൂടാക്കി ഓക്സൈഡുകളാക്കി മാറ്റുന്നു. പക്ഷെ ചൂടാക്കുന്നത് ആരുടെ സാന്നിധ്യത്തിലാണ്? ഓക്സിജന്റെ സാന്നിധ്യത്തിൽ. അപ്പോൾ ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ്. ഓക്സിജന്റെ സപ്ലൈയിൽ ഓറിനെ ചൂടാക്കി ഓക്സൈഡുകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് റോസ്റ്റിംഗ്. ഇപ്പൊ എന്താണ് റോസ്റ്റിംഗ് എന്ന് ഓർക്കുക. ഇപ്പൊ റോസ്റ്റിംഗ് എന്ന വാക്ക് കോമൺ ആണ്. റോസ്റ്റിംഗ് എന്താണെന്ന് നോക്കുക. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുട്ട റോസ്റ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചാൽ മുട്ട റോസ്റ്റ്. ഇപ്പം ടിക്ടോക്ക് റോസ്റ്റുകളാണ്. മുട്ട റോസ്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏതിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്? ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ എയറിന്റെ സാന്നിധ്യത്തിലാണ് മുട്ട പൊരിക്കുന്നത് ആലോചിച്ചാൽ മതി. അപ്പൊ തിരിഞ്ഞു പോകത്തില്ല. അപ്പൊ റോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓറിനെ ഓക്സിജന്റെ സപ്ലൈയിൽ, ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് ഓക്സൈഡുകളാക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് റോസ്റ്റിംഗ്. അപ്പൊ കാൽസിനേഷനും റോസ്റ്റിംഗും രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. കാൽസിനേഷനും റോസ്റ്റിംഗ് എന്ന് പറയുന്ന രണ്ട് മെത്തേഡ്സ്. ഈ രണ്ട് മെത്തേഡ്സ് ഉപയോഗിക്കുന്ന എന്തിനാണ്? ഓറിനെ അതിന്റെ എന്താക്കി മാറ്റാൻ വേണ്ടി, ഓക്സൈഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡാണ് കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. വാട്ട്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസിനേഷൻ ഇസ് ദ കൺവേർഷൻ ഓഫ് ഹീറ്റിംഗ് ഓഫ് എൻ ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് റോസ്റ്റിംഗ് ഇസ് ദ ഹീറ്റിംഗ് ഓഫ് എൻ ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഓർ ഇൻ ദ സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് or in the presence of sufficient amount of air. Then ഇവിടെ പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഓർക്കുക. കാൽസിനേഷൻ എപ്പോഴും കാർബണേറ്റ് ഓറുകളെ, കാർബണേറ്റ് CO3 ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് കാർബണേറ്റ്. കാർബണേറ്റ് അടങ്ങിയ ഗ്രൂപ്പുകളെ അവയുടെ ഓക്സൈഡുകളാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് കാൽസിനേഷൻ. കാർബണേറ്റ് അടങ്ങിയ ഓറുകളെ, CO3 ഗ്രൂപ്പ് അടങ്ങിയ ഓറുകളെ അവയുടെ ഓക്സൈഡുകളാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് കാൽസിനേഷൻ. ഇനി
സൾഫൈഡ് ഓറുകളെയോ സൾഫർ അടങ്ങിയ ഓറുകളെയോ ഹൈഡ്രോക്സൈഡ്, അത് നമ്മൾ എഴുതിയിട്ടില്ല, ഓർത്ത് വെച്ചേക്കുക, ഹൈഡ്രോക്സൈഡ് ഓറുകളെയോ സൾഫൈഡ് അടങ്ങിയ ഓറ്, അത് മാത്രമേ നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ളൂ, അത് മാത്രം പഠിച്ചാൽ മതി. സൾഫൈഡ് ഓറുകളെ സൾഫൈഡ് ഓറുകളെ ഓക്സൈഡ് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് റോസ്റ്റിംഗ്. ഹൈഡ്രോക്സൈഡ് ഓറുകളെ OH അടങ്ങിയ കോമ്പൗണ്ടുകളെ അതിന്റെ ഓക്സൈഡ് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? കാൽസിനേഷൻ. അപ്പൊ കാൽസിനേഷൻ is used to convert carbonate and hydroxide ore to its oxides. Roasting is used to convert sulfide ore to its oxide. അതായത് CO3 ഗ്രൂപ്പുള്ള കാർബണേറ്റ് ഉള്ള ഓറുകളെ ഓക്സൈഡ് ആക്കി മാറ്റാൻ ആണെങ്കിലോ അല്ലെങ്കിൽ OH ഹൈഡ്രോക്സൈഡ് ഉള്ള ഗ്രൂപ്പുകളെ ഓക്സൈഡ് ആക്കി മാറ്റാനാണെങ്കിലോ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കാൽസിനേഷൻ. ഇനി സൾഫർ അടങ്ങിയ കോമ്പൗണ്ട്, അതായത് സൾഫൈഡ് ഓറുകളെ അതിന്റെ ഓക്സൈഡുകളാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് റോസ്റ്റിംഗ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാൽസിനേഷനും റോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്, അത് നന്നായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് എന്ത് കിട്ടിയത്? ഓക്സൈഡ് കിട്ടി. ഓക്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിങ്ക് ഓക്സൈഡ് ആണോ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് ഏതാണ്? സിങ്ക് ആണ്. നമുക്ക് കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ മഗ്നീഷ്യം ഓക്സൈഡ് ആണോ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് കാൽഷ്യവും മഗ്നീഷ്യവുമാണ്. അപ്പൊ അവയുടെ ഓക്സൈഡുകളിൽ നിന്നും നമ്മൾ എന്തിനെ ഉണ്ടാക്കണം? മെറ്റലിനെ പ്രിപ്പയർ ചെയ്യണം. ഓക്സൈഡുകളിൽ നിന്ന് മെറ്റലിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അടുത്ത സ്റ്റെപ്പാണ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു മെറ്റൽ. അതായത് മെറ്റൽ ഓക്സൈഡുകളെ നമുക്ക് ജനറലായിട്ട് MXOY എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. MXY എന്നൊക്കെ പറയുന്ന നമ്പറുകളാണ്. MXOY എന്ന് പറയുന്ന മെറ്റൽ ഓക്സൈഡുകൾ നമ്മൾ ജനറലായിട്ട് റെപ്രസെന്റ് ചെയ്ത് എങ്ങനെയാണ്? MXOY. ഇതിന് ഞാൻ ഒരു കാർബണുമായിട്ട് ചേർത്ത് ചൂടാക്കുന്നു വെച്ചോളൂ. കാർബൺ Y മോളിക്യൂൾ ഓഫ് കാർബണുമായിട്ട് ചേർത്ത് ചൂടാക്കുന്നു. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും പ്രോഡക്റ്റ്? MXOY എന്ന് പറയുന്ന മെറ്റൽ ഓക്സൈഡ് കാർബണുമായിട്ട് ചേർത്ത് ചൂടാക്കുന്നു. Y മോൾസ് ഓഫ് കാർബണുമായിട്ട് ചേർത്ത് ചൂടാക്കുന്നു വെച്ചോളൂ. അപ്പൊ എന്തുണ്ടാവും? Y മോൾസ് ഓഫ് കാർബണും Y മോൾസ് ഓഫ് ഓക്സിജനോട് ചേർന്ന് YCO ഉണ്ടാവും. പ്ലസ് X മോൾസ് ഓഫ് മെറ്റൽ ഉണ്ടാവും. നോക്കട്ടെ, മെറ്റൽ ഓക്സൈഡ് കാർബണായിട്ട് ചേർത്ത് ചൂടാക്കുമ്പോൾ X മോൾസ് ഓഫ് മെറ്റലും Y മോൾസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. ഇവിടെ എന്താ സംഭവിച്ചത്? മെറ്റൽ ഓക്സൈഡ് എന്നുള്ളത് എന്തായിട്ട് മാറി? മെറ്റലായിട്ട് മാറി. ആരോട് ചേർത്ത് ചൂടാക്കിയപ്പോൾ? കാർബണുമായിട്ട് ചേർത്ത് ചൂടാക്കിയപ്പോൾ. മെറ്റൽ ഓക്സൈഡിനെ മെറ്റലാക്കി മാറ്റുന്നു. ഇവിടെ ഓക്സിജൻ ഉണ്ടായിരുന്നു, ഇതിന്റെ കൂടെ ഓക്സിജൻ ഇല്ല. മെറ്റൽ ഓക്സൈഡിൽ നിന്ന് ഓക്സിജൻ പോകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? മെറ്റൽ ഉണ്ടാകുന്നത്. ഓക്സിജൻ പോകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് +1 ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഓക്സിജൻ ഈസ് കാൾഡ് റിഡക്ഷൻ. അതായത് മെറ്റൽ ഓക്സൈഡിൽ നിന്ന് ഏത് പോകുന്നത്? ഓക്സിജൻ പോയി എന്തായിട്ട് മാറുന്നു? മെറ്റലായി മാറുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് റിഡക്ഷൻ. അപ്പൊ റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു മെറ്റൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റൽ ഓക്സൈഡിൽ നിന്ന് എന്ത് പോകുന്നു? മെറ്റൽ പോകുന്നു. മെറ്റലല്ലോ ഓക്സിജൻ പോകുന്നു. മെറ്റൽ ഓക്സൈഡിൽ നിന്ന് ഓക്സിജൻ പോകുന്നു. അപ്പോൾ എന്തായിട്ട് മാറും? മെറ്റലായിട്ട് മാറും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. റിഡക്ഷന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് കാർബൺ ആണ്. റിഡക്ഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് റെഡ്യൂസിങ് ഏജന്റുകൾ. എന്താണ്? റെഡ്യൂസിങ് ഏജന്റുകൾ. അപ്പൊ കാർബൺ ഈസ് കാൾഡ് റെഡ്യൂസിങ് ഏജന്റ്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. കുറച്ചൊരു എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ സിങ്ക് ഓക്സൈഡിനെ എനിക്ക് എന്താക്കണം? സിങ്ക് ഓക്സൈഡിൽ നിന്ന് എനിക്ക് എന്ത് വേണം? സിങ്ക് വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? സിങ്ക് ഓക്സൈഡ്, ഇപ്പൊ MXOYക്ക് പേര് ഇവിടെ ഉള്ളത് ആരാണ്? സിങ്ക് ഓക്സൈഡ് ആണ്. ഈ സിങ്ക് ഓക്സൈഡിനെ കാർബൺ ചേർത്ത് ചൂടാക്കുന്നു. അപ്പൊ എന്തുണ്ടാവും? കാർബണും ഓക്സിജനും ചേർന്നുണ്ടാവും കാർബൺ മോണോക്സൈഡ് ആവും. ബാക്കി എന്തുകൊണ്ട്? സിങ്കും ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് മെറ്റൽ ഓക്സൈഡിൽ നിന്ന് മെറ്റൽ ഉണ്ടാക്കിയില്ലേ? മെറ്റൽ ഓക്സൈഡിൽ നിന്ന് മെറ്റൽ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. ഇവിടെ ഉപയോഗിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. ഇവിടെ ഉപയോഗിക്കുന്ന ആളാരാണ്? കാർബൺ ആണ്. അപ്പൊ കാർബൺ മാത്രം ഉപയോഗിക്കണമെന്നൊന്നുമില്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാം, കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? കാർബൺ ആണ്. അപ്പൊ നമുക്ക് മെറ്റലിനെ കിട്ടിയില്ലേ? ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് റിഡക്ഷൻ. റിഡക്ഷൻ ഉപയോഗിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. ആ റെഡ്യൂസിങ് ഏജന്റ് മാറിക്കൊണ്ടേയിരിക്കും. ഓരോ റിയാക്ഷനെ ബേസ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. എങ്ങനെയാണ് റെഡ്യൂസിങ് ഏജന്റ്, ഏതൊക്കെ റെഡ്യൂസിങ് ഏജന്റ് നമുക്ക് ഉപയോഗിക്കാം, എന്തിനെ ബേസ് ചെയ്താണ് റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. എല്ലിംഗൺ ഡയഗ്രം എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാറുണ്ട്. അവിടെ നമ്മൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കും. ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ, ഒരു ഓറിനെ അതിന്റെ മെറ്റലിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുക, ഒരു മെറ്റലിനെ അതിന്റെ ഓറിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി 2 സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, ഓറിനെ അതിന്റെ ഓക്സൈഡ് ആക്കുക, പിന്നെ ഓക്സൈഡിനെ എന്താക്കുക? മെറ്റലാക്കുക.
ഓറിനെ ഓക്സൈഡ് ആക്കുന്ന രണ്ട് സ്റ്റെപ്പ് കാൽസിനേഷനും റോസ്റ്റിംഗ്. കാൽസിനേഷൻ എന്ന് വെച്ചാൽ ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്നു, റോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഓക്സിജന്റെ പ്രസൻസ് ചൂടാക്കി ഓക്സൈഡ് ആക്കുന്നു. രണ്ട് സ്ഥലത്തും ഓക്സൈഡ് ആണ്. കാർബണേറ്റ് ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ ഉപയോഗിക്കുന്നത് കാൽസിനേഷൻ ആണ്. ഓർ കാർബണേറ്റോ ഹൈഡ്രോക്സൈഡ് OH ഗ്രൂപ്പ് ഓറിൽ നമ്മൾ എടുക്കുന്ന ഓറിൽ OH ഗ്രൂപ്പോ കാർബണേറ്റ് ഗ്രൂപ്പോ ഉണ്ടെങ്കിൽ കാൽസിനേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇനി സൾഫൈഡ് ഓറുകളാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഓഫ് ഓർ ഇൻ ദ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് സപ്ലൈ ഓഫ് ഓക്സിജൻ ഈസ് കാൾഡ് റോസ്റ്റിംഗ്. അങ്ങനെ നമുക്ക് ഓക്സൈഡുകൾ കിട്ടുന്നു. ഈ ഓക്സൈഡുകൾ അല്ല നമുക്ക് വേണ്ടത് ഏതാണ്? മെറ്റലുകളാണ്. അങ്ങനെ ഓക്സൈഡുകളിൽ നിന്ന് മെറ്റൽ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു മെറ്റൽ. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു മെറ്റലിന്റെ ഓക്സൈഡ് എടുക്കുക, അതിനെ കാർബണുമായിട്ട് ചേർത്ത് ചൂടാക്കുക. ചൂടായി കഴിയുമ്പോൾ എന്ത് പറ്റും? കാർബണും ഓക്സൈഡും ചേർന്ന് എന്താവും? കാർബൺ മോണോക്സൈഡ് ആവും, പിന്നെ മെറ്റൽ അവശേഷിക്കും. ഇപ്പോൾ സിങ്ക് ഓക്സൈഡ് ആണെങ്കിൽ സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തുമായിട്ട് ചേർത്ത് ചൂടാക്കുന്നു? കാർബണുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഓക്സൈഡ് ചേർന്ന് എന്താവും? കാർബൺ മോണോക്സൈഡ്. ബാക്കി എന്താ അവശേഷിക്കും? സിങ്ക് അവശേഷിക്കും. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ. ഇനി നമ്മൾ ഓരോരോ മെറ്റൽ ആയിട്ട് എടുത്ത് വെച്ച് വിശദമായിട്ട് പഠിക്കും. അയണിന്റെ എക്സ്ട്രാക്ഷനും അലുമിനിയത്തിന്റെ എക്സ്ട്രാക്ഷനും കോപ്പറിന്റെ എക്സ്ട്രാക്ഷനും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കോപ്പറിന്റെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ബാക്കിയൊന്നും പഠിക്കാനില്ല, സിങ്കിന്റെ ഒന്നും പഠിക്കാനില്ല. ഓക്കെ, നമ്മൾ എല്ലിംഗൻ ഡയഗ്രാമാണ് പഠിക്കാൻ പോകുന്നത്. എല്ലിംഗൻ ഡയഗ്രാം എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രാഫ്. ഇതൊരു ഗ്രാഫാണ്. ഗ്രാഫ് ആകുമ്പോൾ അതിനെന്തൊക്കെ കാണും? ഒരു എക്സ് ആക്സിസും കാണും, ഒരു വൈ ആക്സിസും കാണും. അപ്പോൾ എല്ലിംഗൻ ഡയഗ്രാം ഇതുകൊണ്ട് ഒരുപാട് യൂസ് ഉണ്ട്. ഇതെന്താണ് ഇതിനുള്ള യൂസ് എന്നൊക്കെ ഞാൻ വഴിയെ പറയാം, ശ്രദ്ധിച്ചോളുക. എല്ലിംഗൻ ഡയഗ്രാം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഗ്രാഫ്. ഏതൊക്കെ തമ്മിലുള്ള ഗ്രാഫ്? ഗ്രാഫ് ആകുമ്പോൾ അതിനൊരു എക്സ് ആക്സിസും കാണും, ഒരു വൈ ആക്സിസും കാണും. ഒരു എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ ആയിരിക്കും കാണുന്നത്. എക്സ് ആക്സിൽ ആരായിരിക്കും കാണുന്നത്? ടെമ്പറേച്ചർ ആയിരിക്കും കാണുന്നത്. വൈ ആക്സിസിൽ ആരായിരിക്കും കാണുന്നത്? ഡെൽറ്റ ജി, ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ആയിരിക്കും കാണുന്നത്. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഡെൽറ്റ ജി. എന്താണ് ഡെൽറ്റ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക് ചെയ്യാണ്. ഒരു പേന പൊക്കുന്നു, അല്ലെങ്കിൽ ബോർഡിൽ എഴുതുന്നു. ഇതെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള വർക്കാണ്. ഓരോ വർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന എനർജി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, അല്ലേ? ഇപ്പം ഞാനൊരു ബുക്ക് പൊക്കുന്ന എനർജി ആയിരിക്കത്തില്ല ഈ പേന വെച്ച് ബോർഡിൽ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന എനർജി. അപ്പോൾ എനർജി ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും, ഓരോ യൂസ്ഫുൾ ആയിട്ടുള്ള, ഓരോ ഉപയോഗപ്രദമായിട്ടുള്ള വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ ഉപയോഗപ്രദമായിട്ടുള്ള വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡെൽറ്റ ജി, അല്ലെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലിംഗൻ ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഗ്രാഫ്. It's a graph plotted between delta G along the y-axis and temperature along the x-axis. Delta G y-axisലും ടെമ്പറേച്ചർ x-axisലും വരച്ചു കഴിഞ്ഞാൽ അത്തരം ഗ്രാഫുകളെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് എല്ലിംഗൻ ഡയഗ്രാം എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായല്ലോ? എല്ലിംഗൻ ഡയഗ്രാം ഇസ് എ ഗ്രാഫ്. എല്ലിംഗൻ ഡയഗ്രാം ഇസ് എ ഗ്രാഫ് plotted between delta G and temperature. Delta G is called Gibbs free energy change. T is called temperature. അപ്പോൾ ഡെൽറ്റ ജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ് എന്ന് പറയുന്നത് എല്ലിംഗൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി എന്തിന്റെ ഗ്രാഫ്? ഒരു മെറ്റലിനെ ഇപ്പോൾ ഒരു മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, M+O2. എന്ത് കിട്ടും? നമുക്ക് MO2 കിട്ടും, അല്ലേ? എന്താ ഈ റിയാക്ഷൻ? ഒരു മെറ്റൽ ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ മെറ്റൽ ഓക്സൈഡ് കിട്ടുന്നു. ഈ റിയാക്ഷൻ നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുകയാണ്. ഒരു മെറ്റൽ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റിയാക്ഷൻ തുടങ്ങുന്നത് പോലെ റിയാക്ഷൻ അവസാനിക്കുന്നവരെ നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മെറ്റൽ ഓക്സിജനുമായിട്ട് ചേർന്ന് എന്തായിട്ട് മാറുന്നു? മെറ്റൽ ഓക്സൈഡായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് മെറ്റൽ ഉണ്ട്. ആ മെറ്റൽ എല്ലാം എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്? മെറ്റൽ ഓക്സൈഡാക്കി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ ഓരോ ടെമ്പറേച്ചറിൽ അതിനെ ചൂടാക്കണം. മെറ്റൽ ഓക്സിജനുമായിട്ട് ചേർത്ത് ചൂടാക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? മെറ്റൽ ഓക്സൈഡ് കിട്ടുന്നു. അപ്പൊ ടെമ്പറേച്ചർ കുറഞ്ഞതിൽ നിന്ന് ഞാൻ കൂട്ടി 0, 5, 10, 15 ടെമ്പറേച്ചർ കൂട്ടി വരുമ്പോൾ മെറ്റൽ എല്ലാം ഓക്സിജനായിട്ട് ചേർന്ന് എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്? മെറ്റൽ ഓക്സൈഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മെറ്റൽ ഓക്സൈഡായിട്ട് മാറുന്ന ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഡെൽറ്റ ജിക്കും ടെമ്പറേച്ചറിനും എന്ത് മാറ്റം വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഓരോ ടെമ്പറേച്ചറിലുള്ള ഡെൽറ്റ ജി വിലകൾ നമ്മൾ നോക്കും. ഓരോ ടെമ്പറേച്ചറിലുള്ള ഡെൽറ്റ ജി വിലകൾ നോക്കിയതിന് ശേഷം അവിടെ ഒരു ഗ്രാഫ് വരയ്ക്കും.
അല്ലേ? 5 ഡിഗ്രി സെൽഷ്യസിൽ ഡെൽറ്റ ജി ഇത്ര, 10 ഡിഗ്രി സെൽഷ്യസിൽ ഡെൽറ്റ ജി ഇത്ര, 5 ഡിഗ്രി സെൽഷ്യസിൽ ഡെൽറ്റ ജി ഇത്ര, 10 ഡിഗ്രി സെൽഷ്യസിൽ ഡെൽറ്റ ജി ഇത്ര, 15 ഡിഗ്രി സെൽഷ്യസിൽ ഡെൽറ്റ ജി ഇത്ര, ഇങ്ങനെ കിട്ടും. അപ്പൊ ഞാൻ എന്താ വരയ്ക്കുന്നു? ഒരു ഗ്രാഫ് വരയ്ക്കുന്നു, ഒരു ലൈൻ വരയ്ക്കും. ആ കുത്തുകളെല്ലാം കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ എനിക്ക് കിട്ടി. ഈ ലൈനിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് എല്ലിംഗൻ ഡയഗ്രാം ഓഫ് ദാറ്റ് മെറ്റൽ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഒരു മെറ്റൽ ഓക്സൈഡ് ആയിട്ട് മാറുമ്പോൾ, ഒരു മെറ്റൽ അതിന്റെ ഓക്സൈഡ് ആയിട്ട് മാറുമ്പോൾ ആരൊക്കെ തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കൂടെ? ഡെൽറ്റ ജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കും. ഗ്രാഫ് വരയ്ക്കുമ്പോൾ എനിക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ആ സ്ട്രെയിറ്റ് ലൈനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് എല്ലിംഗൻ ഡയഗ്രാം ഓഫ് കൺവേർഷൻ ഓഫ് മെറ്റൽ ടു ഓക്സൈഡ്. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് എന്നാണ്. ആ റിയാക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ് എന്നാണ്. ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ എന്താണ്? നോൺ സ്പോണ്ടേനിയസ് എന്നാണ്. ഈ സ്പോണ്ടേനിയസ്, നോൺ സ്പോണ്ടേനിയസ് ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മലയുടെ മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്നു. എക്സാമ്പിൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. മലയുടെ മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്നു. ആരെങ്കിലും തള്ളി വീഴുന്നതാണോ? അല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് വീഴുന്നതാണ്. That process is called spontaneous. വെളിയിൽ നിന്ന് ആരും ഒരു ഫോഴ്സും പ്രയോഗിക്കാതെ, എക്സ്റ്റേണൽ ഫോഴ്സ് പ്രയോഗിക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന റിയാക്ഷനുകളെ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ്. അപ്പൊ എന്താ നോൺ സ്പോണ്ടേനിയസ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് ചെലുത്തി മാത്രം നടത്തുന്ന റിയാക്ഷനുകളെ വിളിക്കുന്ന പേരാണ് നോൺ സ്പോണ്ടേനിയസ്. ഇപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ടാങ്കിലേക്ക് കയറ്റുന്നു. അവിടെ ഞാൻ ഒരു ഫോഴ്സ് പ്രയോഗിക്കുകയാണ്. ഒരു ഫോഴ്സ് പ്രയോഗിച്ചാണ് കിണറ്റിലെ വെള്ളം പമ്പ് ചെയ്ത് ഞാൻ എങ്ങോട്ട് കയറ്റുന്നത്? ടാങ്കിലോട്ട് കയറ്റുന്നു. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നോൺ സ്പോണ്ടേനിയസ്. അപ്പൊ ഡെൽറ്റ ജി വില നെഗറ്റീവ് ആണെങ്കിൽ, റിയാക്ഷൻ നടത്തുമ്പോൾ ഡെൽറ്റ ജിയുടെ വില നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസും, ഡെൽറ്റ ജിയുടെ വില പോസിറ്റീവ് ആണെങ്കിൽ എന്തുമായിരിക്കും? ആ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ്. സ്പോണ്ടേനിയസ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സഹായത്തോടെ അല്ലാതെ നടക്കുന്ന റിയാക്ഷനുകൾ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ്. എക്സ്റ്റേണൽ ഫോഴ്സുകളുടെ സാന്നിധ്യത്താൽ നടക്കുന്ന റിയാക്ഷനുകൾ വിളിക്കുന്ന പേരാണ് നോൺ സ്പോണ്ടേനിയസ്. അപ്പോൾ ഈ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡെൽറ്റ ജിയുടെ വില 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കണ്ടീഷനാണ്. ആ റിയാക്ഷൻ നടക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. റിയാക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ നടക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ആ ഒരു സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം. അതൊക്കെ പോട്ടെ, ഈ 2 പോയിന്റുകൾ മാത്രം ഓർത്തിരിക്കുക. ഇത് തൽക്കാലം നോക്കണ്ട. ഈ 2 പോയിന്റുകൾ ഓർത്തിരിക്കുക. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസും, ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ എന്തുമായിരിക്കും? നോൺ സ്പോണ്ടേനിയസും ആയിരിക്കും. ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ ഗ്രാഫിലൂടെ ഞാൻ തിരിച്ചു വരികയാണ്. ഗ്രാഫ് എന്താണ്? എല്ലിംഗൻ ഡയഗ്രാം ആണ്. എല്ലിംഗൻ ഡയഗ്രാം എന്ന് വെച്ചാൽ എന്തൊക്കെ തമ്മിലുള്ള ഗ്രാഫാണ്? ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചും ടെമ്പറേച്ചർ തമ്മിലുള്ള ഗ്രാഫാണ് എല്ലിംഗൻ ഡയഗ്രാം. ഈ എല്ലിംഗൻ ഡയഗ്രത്തിന്റെ പ്രത്യേകത എന്താണ്? എല്ലിംഗൻ ഡയഗ്രത്തിൽ ഡെൽറ്റ ജിയുടെ ഇവിടുത്തെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കുക. ഡെൽറ്റ ജിയുടെ ഇവിടുത്തെ വാല്യൂ എന്താണ്? 0. ഇത് 0 അല്ല, ഇത് ഇവിടെയാണ് 0 എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ലൈൻ ഞാൻ നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റുകൾ പോകുന്ന എല്ലാ സ്ഥലത്തും ഡെൽറ്റ ജിയുടെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലെ? അപ്പൊ ഡെൽറ്റ ജിയുടെ വാല്യൂ ഇവിടെ 0. അപ്പൊ ഇതിന്റെ മുകളിൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. 1, 2, 3 മുകളിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ്, താഴോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയും പോർഷനിൽ ഡെൽറ്റ ജിയുടെ വില എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇത്രയും പോർഷനിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എല്ലിംഗൻ ഡയഗ്രത്തിൽ നിന്ന് ഞാൻ കുറെ കാര്യങ്ങൾ പറയാൻ പോവുകയാണ്, ശ്രദ്ധിച്ചോണം. എന്താ ഞാൻ പറഞ്ഞേ? ഒരു ഗ്രാഫ് ഞാൻ വരച്ചു. ആ ഗ്രാഫ് വരച്ചപ്പോൾ പ്രത്യേകത എന്താണ്? y ആക്സിൽ ഡെൽറ്റ ജി, x ആക്സിൽ ഏത് വരച്ചു? ടെമ്പറേച്ചർ വരച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എനിക്കൊരു ലൈൻ കിട്ടി. ഈ ലൈൻ വരച്ചത് ഏത് റിയാക്ഷന്റെയാണ്? മെറ്റൽ ഓക്സിജൻ മാറ്റി ചെയ്യുന്ന മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷന്റെ ഗ്രാഫാണ് ഞാൻ വരച്ചത്. മെറ്റൽ ഓക്സിജൻ മാറ്റി ചെയ്യുന്ന മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷന്റെ ഗ്രാഫ് വരച്ചപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ കിട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു പോയിന്റ്, ഞാൻ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ എല്ലാം ഈ വരകളിലെല്ലാം, ഈ വര പോകുന്ന ഈ പോയിന്റുകളിലെല്ലാം ഡെൽറ്റ ജിയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഇതിന് താഴെ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവും, ഈ പോയിന്റ് മുകളിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ എന്തുവാണ്? പോസിറ്റീവാണ് അല്ലേ? ഇനി അതായത് ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് വന്നാൽ റിയാക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. അതായത് മെറ്റൽ ഓക്സൈഡ് ആവുന്ന ഈ റിയാക്ഷൻ, ഈ ലൈൻ എന്ന് പറയുന്ന ഏത് റിയാക്ഷനാണ്? മെറ്റൽ ഓക്സൈഡ് ആവുന്ന ഈ റിയാക്ഷൻ അല്ലേ? ഈ റിയാക്ഷൻ ഇവിടുത്തെ ഈ പോയിന്റിന് താഴെ സ്പോണ്ടേനിയസും ഈ പോയിന്റിന് മുകളിൽ എന്തുമാണ്? നോൺ സ്പോണ്ടേനിയസും ആണ്. എന്താ കാര്യം? ഈ പോയിന്റ് താഴെ ഇവിടെ എന്താണ്? ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആണ്. ഈ പോയിന്റിന് മുകളിൽ ഡെൽറ്റ ജി വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണ് അല്ലേ? അപ്പൊ ഈ പോയിന്റിനെ കറസ്പോണ്ടിങ് ആയ ഒരു ടെമ്പറേച്ചർ ഞാൻ വെക്കുന്നു. ഈ ടെമ്പറേച്ചറിന് ഞാൻ T1 എന്ന് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അതായത് T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിന് താഴെ മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷൻ, മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷൻ T1ന്റെ താഴെ, T1ന്റെ ബിലോ പോർഷനിൽ
T1ന്റെ ബിലോ പോർഷനിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആണ്. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ആ റിയാക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. പറഞ്ഞ മനസ്സിലായോ? മെറ്റൽ മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷന്റെ ഗ്രാഫാണ് ഞാൻ വരച്ചിരിക്കുന്നത്. മെറ്റൽ മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷനിൽ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിന്റെ താഴെ, T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിന്റെ താഴെ ഇപ്പുറത്തോട്ട് അല്ലെ, T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിന്റെ താഴെ ഗ്രാഫ് ഡെൽറ്റ ജി വില നെഗറ്റീവ് ആണ്. ഡെൽറ്റ ജി വില നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. അതായത് മെറ്റൽ മെറ്റൽ ഓക്സൈഡ് ആവുന്നത് ഈ ടെമ്പറേച്ചറിന് താഴെയാണെങ്കിൽ സ്പോണ്ടേനിയസ് ആണ്. ഇനി ഈ ഒരു ടെമ്പറേച്ചറിന്റെ മുകളിലാണെങ്കിലും മെറ്റൽ മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷൻ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഇതല്ലേ, ഇതിന്റെ മുകളിൽ, അതായത് ഈ ലൈൻ ഇത്രയും പോർഷൻ, അവിടെ ഡെൽറ്റ ജി എന്താണ്? പോസിറ്റീവ് ആണ്. ഡെൽറ്റ ജി എബോ പോർഷനിലാണെങ്കിൽ ഡെൽറ്റ ജി വില എന്താണ്? പോസിറ്റീവ് ആണ്. ഡെൽറ്റ ജി വില പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. അതായത് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് പറയാൻ വേണ്ടി ഏത് ഉപയോഗിക്കാം? എല്ലിംഗൻ ഡയഗ്രം ഉപയോഗിക്കാം. ഇപ്പൊ എല്ലിംഗൻ ഡയഗ്രത്തിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എടുക്കുക. ആ ടെമ്പറേച്ചറിന് മുകളിൽ ഡെൽറ്റ ജി വില പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. ടെമ്പറേച്ചറിന് താഴെ ആണ് ഡെൽറ്റ ജി വില നെഗറ്റീവ് എങ്കിൽ, ഡെൽറ്റ ജി വില പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസും, ഡെൽറ്റ ജി വില നെഗറ്റീവ് ആണെങ്കിൽ എന്തുമാണ്? സ്പോണ്ടേനിയസും ആണ്. ഓർക്കുക. അപ്പൊ ഇവിടെ നോക്കുക, മെറ്റൽ മെറ്റൽ ഓക്സൈഡ് ആവുന്നതിന്റെ ഗ്രാഫാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അവിടെ മെറ്റൽ മെറ്റൽ ഓക്സൈഡ് ആവുന്ന ഗ്രാഫിൽ ഈ ഒരു പോയിന്റ്, ഈ ഒരു ലൈൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഡെൽറ്റ ജി വില 0 ആണെങ്കിൽ ഇതിന് മുകളിൽ ഡെൽറ്റ ജി വില പോസിറ്റീവ്, ഇതിന്റെ താഴെ ഡെൽറ്റ ജി വില എന്തുമായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നമുക്കറിയാം ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ടെമ്പറേച്ചറിനെ T1 എന്ന് എടുത്തു. അതായത് T1ന്റെ താഴെ ഡെൽറ്റ ജി വില നെഗറ്റീവും T1ന്റെ മുകളിൽ ഡെൽറ്റ ജി വില എന്തുമാണ്? പോസിറ്റീവ് ആണ്. ഞാൻ അതാണ് ഇവിടെ എഴുതി വെച്ചത്. T1ന്റെ ബിലോ പോർഷനിൽ ഡെൽറ്റ ജി വില നെഗറ്റീവ്, അതായത് ആ റിയാക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. അതായത് മെറ്റൽ മെറ്റൽ ഓക്സൈഡ് ആവുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. പക്ഷേ ഈ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിന്റെ മുകളിൽ മെറ്റൽ മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷൻ എന്താണ്? ഡെൽറ്റ ജി വില പോസിറ്റീവ് ആയതുകൊണ്ട് എന്താണ്? നോൺ സ്പോണ്ടേനിയസ് ആണ്. ഇനി നമ്മൾ പഠിക്കുന്നത് മെറ്റൽ മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷനെ പറ്റിയല്ല, സിങ്ക് ഓക്സൈഡ് സിങ്ക് ആവുന്ന റിയാക്ഷനെ പറ്റി, കോപ്പർ ഓക്സൈഡ് കോപ്പർ ആവുന്ന റിയാക്ഷനെ പറ്റി, Fe2O3 Fe ആവുന്ന റിയാക്ഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. മെറ്റൽ ഓക്സൈഡുകൾ മെറ്റലായി മാറുന്ന റിയാക്ഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മെറ്റൽ ഓക്സൈഡ് മെറ്റലായി മാറുന്ന റിയാക്ഷൻ ആണെങ്കിൽ ഇതെല്ലാം തിരിച്ചു പറയും. അതായത് T1ന്റെ ബിലോ പോർഷനിൽ ഇവിടെ ഡെൽറ്റ ജി വില നെഗറ്റീവ് ആണെങ്കിൽ T1ന്റെ ബിലോ പോർഷനിൽ ഇവിടെ എന്തായിരിക്കും? ഡെൽറ്റ ജി വില എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതായത് ഒരു റിയാക്ഷന്റെ MO2 ആവുന്ന റിയാക്ഷൻ ഡെൽറ്റ ജി വില നെഗറ്റീവ് ആണെങ്കിൽ MO2 M ആവുന്നതിന്റെ റിയാക്ഷന്റെ വില എന്തായിരിക്കും? ഡെൽറ്റ ജി വില പോസിറ്റീവ് ആയിരിക്കും. ആ റിയാക്ഷൻ എന്തായിരിക്കും? സ്പോണ്ടേനിയസ് അല്ല. ഡെൽറ്റ ജി വില പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. അല്ലേ? മെറ്റൽ മെറ്റൽ ഓക്സൈഡ് ആവുന്ന, കുറച്ച് മനസ്സിലാക്കാത്തൊരു ബുദ്ധിമുട്ടാണ്. മെറ്റൽ മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷന്റെ ഡെൽറ്റ ജി വില നെഗറ്റീവ് ആണ്, സ്പോണ്ടേനിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ മെറ്റൽ ഓക്സൈഡ് മെറ്റൽ ആവുന്ന റിയാക്ഷൻ ആണെങ്കിലോ, തിരിച്ചുള്ള റിയാക്ഷൻ മെറ്റൽ ഓക്സൈഡ് മെറ്റൽ ആവുന്ന റിയാക്ഷൻ ആണെങ്കിലോ ഡെൽറ്റ ജി വില നെഗറ്റീവിന് വരെ എന്ത് കൊടുക്കുക? ഡെൽറ്റ ജി വില പോസിറ്റീവ്. ഇക്വേഷൻ തിരിച്ചിടുമ്പോൾ സൈൻ മാറും, അത്രേ ഉള്ളൂ. ഡെൽറ്റ ജി വില പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ആ റിയാക്ഷൻ എന്തായിരിക്കും? ഡെൽറ്റ ജി വില പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. മെറ്റൽ മെറ്റൽ ഓക്സൈഡ് ആവുന്നല്ലേ? അപ്പൊ തിരിച്ചുള്ള റിയാക്ഷൻ എടുക്കുക. മെറ്റൽ ഓക്സൈഡ് മെറ്റൽ ആവുന്ന പ്രോസസ് എടുക്കുക. മെറ്റൽ ഓക്സൈഡ് എന്താവുന്നു? മെറ്റൽ ആവുന്ന പ്രോസസ്. ഇവിടെ ഡെൽറ്റ ജി വില പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഡെൽറ്റ ജി വില നെഗറ്റീവ് ആയിരിക്കും. റിയാക്ഷൻ എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഗ്രാഫിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അല്ലേ? ഈ ഒരു ഗ്രാഫ് എന്താണ്? ഈ ഗ്രാഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗ്രാഫ്? ഡെൽറ്റ ജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ് എല്ലിംഗൻ ഡയഗ്രം. ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ലോ. ഡെൽറ്റ ജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ് എല്ലിംഗൻ ഡയഗ്രം. ഇനി എല്ലിംഗൻ ഡയഗ്രത്തിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? എല്ലിംഗൻ ഡയഗ്രത്തിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? ഒരു മെറ്റൽ ഓക്സൈഡ് ആവുന്നു. ഒരു മെറ്റൽ ഓക്സൈഡ് ആവുമ്പോൾ ഡെൽറ്റ ജിക്ക് അനുസരിച്ച് ടെമ്പറേച്ചർ എങ്ങനെ മാറുന്നു എന്നാണ് ഈ ഗ്രാഫിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ഇനി ഈ ഗ്രാഫിൽ ഒരു ലൈൻ ഞാൻ എടുത്തു. ആ ലൈനിന്റെ പ്രത്യേകത അവിടെ എല്ലാം ഡെൽറ്റ ജി വില എത്രയാണ്? 0 ആണ്. ആ ലൈനിന്റെ താഴെ ഡെൽറ്റ ജി വില നെഗറ്റീവും ആ ലൈനിന്റെ മുകളിൽ ഡെൽറ്റ ജി വില പോസിറ്റീവ് ആണ്. അപ്പൊ ഡെൽറ്റ ജി വില നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസും, ഡെൽറ്റ ജി വില പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസും ആയിരിക്കും, അല്ലേ? ഇനി മെറ്റൽ ഓക്സൈഡ് മെറ്റൽ ആവുന്നു, അതായത് ഈ റിയാക്ഷന് നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവിന് ഒരു എന്ത് വരും? ഡെൽറ്റ ജി പോസിറ്റീവ് വരും. ഇവിടെ ആണെങ്കിൽ മെറ്റൽ ഓക്സൈഡ് മെറ്റൽ ആവുന്ന റിയാക്ഷൻ ഡെൽറ്റ ജി പോസിറ്റീവ് അല്ലേ?
ഇപ്പൊ എന്തോരും ഇവിടെ എന്തോരും ഡെൽറ്റ ജി പോസിറ്റീവ്, ഇവിടെ എന്തോരും ഡെൽറ്റ ജി നെഗറ്റീവ്. അതായത് എത്ര ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. ഒരു റിയാക്ഷൻ ഏത് ടെമ്പറേച്ചറിന് മുകളിൽ സ്പോണ്ടേനിയസ് ആണ്, താഴെ നോൺ സ്പോണ്ടേനിയസ് ആണ്, അല്ലെങ്കിൽ മുകളിൽ നോൺ സ്പോണ്ടേനിയസ് ആണ്, താഴെ സ്പോണ്ടേനിയസ് ആണോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ ഗ്രാഫ് ഉപയോഗിക്കാം. ഒരു റിയാക്ഷൻ ഫീസിബിൾ ആണോ, ഏത് ടെമ്പറേച്ചറിന് മുകളിലാണ് ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുന്നത്, ഏത് ടെമ്പറേച്ചറിന് താഴെയാണ് ഈ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആവുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഗ്രാഫ് വഴി പറയാൻ പറ്റും. അത് ഒന്നാമത്തെ പോയിന്റ്. ഇനി അടുത്ത പോയിന്റ്, ലിങ്ക് ഡയഗ്രത്തിന്റെ അടുത്ത യൂസ്. അപ്പൊ ഏത് ടെമ്പറേച്ചറിന് മുകളിലാണ് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുന്നത്? അപ്പൊ മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷൻ ഏത് ടെമ്പറേച്ചറിന് മുകളിലാണ് സ്പോണ്ടേനിയസ് ആവുന്നത്? ഇനി മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷൻ ഏത് ടെമ്പറേച്ചറിന് താഴെയാണ് സ്പോണ്ടേനിയസ് ആവുന്നത് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഇനി നമുക്കൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു ലൈൻ കിട്ടി. അപ്പൊ ഞാൻ പറയാണ് ഈ T1 എന്ന് പറയുന്ന ഇവിടുത്തെ ഈ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് T1. ഞാൻ പറയാണ് ഈ ടെമ്പറേച്ചറിന് മുകളിൽ മാത്രമേ MO2 എന്ന് പറയുന്നത് M ആയിട്ട് മാറത്തുള്ളൂ എന്ന് ഞാൻ പറയാം. MO2 എന്ന് പറഞ്ഞത് M ആയിട്ട് മാറുന്നു. അതായത് സിങ്ക് ഓക്സൈഡ് സിങ്ക് ആയിട്ട് മാറുന്നു, കോപ്പർ ഓക്സൈഡ് കോപ്പർ ആയിട്ട് മാറുന്നു, Fe2O3 Fe ആക്കി മാറുന്നു. അതല്ലേ നമ്മൾ പഠിക്കുന്നത്? ഓക്സൈഡുകളെ മെറ്റലാക്കി മാറ്റുന്ന പ്രോസസ്സല്ലേ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഈ മെറ്റൽ ഓക്സൈഡിനെ മെറ്റലാക്കി മാറ്റുന്നത് ഏത് ടെമ്പറേച്ചറിന് മുകളിൽ പറ്റും? എത്ര ടെമ്പറേച്ചറാണ് നമുക്കൊരു റിയാക്ഷൻ നടത്തുമ്പോൾ ഓക്സൈഡിനെ മെറ്റലാക്കി മാറ്റാൻ കൊടുക്കേണ്ടത്? ഇതെല്ലാം നമുക്ക് പറയാനായിട്ട് പറ്റും ഈ ഡയഗ്രത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഒരു റിയാക്ഷൻ, ഏതെങ്കിലും ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷൻ ആവാം, അല്ലെങ്കിൽ മെറ്റൽ ഓക്സൈഡ് മെറ്റൽ ആവുന്ന റിയാക്ഷൻ ആവാം. ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് എവിടെയാണ്, ഏത് ടെമ്പറേച്ചറിന് മുകളിലാണ് സ്പോണ്ടേനിയസ് ആവുന്നത്, ഏത് ടെമ്പറേച്ചറിന് താഴെയാണ് നോൺ സ്പോണ്ടേനിയസ് ആവുന്നത് എന്ന് പറഞ്ഞു തരുന്ന ഡയഗ്രമാണ് എന്ന് പറയുന്നത് എല്ലിംഗൻ ഡയഗ്രം. 2, ഏത് ടെമ്പറേച്ചറിന് മുകളിലും താഴെയുമാണ് റിയാക്ഷൻ നടക്കാൻ സാധ്യതയുള്ളത്. ഇപ്പൊ സിങ്ക് ഓക്സൈഡിനെ ചൂടാക്കുന്നു, സിങ്ക് ഓക്സൈഡിനെ കാർബൺ ചേർത്ത് ചൂടാക്കുന്നു, അപ്പൊ സിങ്ക് ആവും. എത്ര ടെമ്പറേച്ചറിൽ ചൂടാക്കി കഴിഞ്ഞാൽ സിങ്ക് ഓക്സൈഡ് സിങ്ക് ആവും? എല്ലാ ടെമ്പറേച്ചറിലും സിങ്ക് ഓക്സൈഡ് സിങ്ക് ആവില്ല. അപ്പൊ ഏത് ടെമ്പറേച്ചർ ചൂടാക്കി കഴിഞ്ഞാൽ സിങ്ക് ഓക്സൈഡ് സിങ്ക് ആവും? Fe2O3 Fe ആവും എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ഈ ഡയഗ്രം ഉപയോഗിക്കാം. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അടുത്തത്, റെഡ്യൂസിങ് ഏജന്റിനെ സെലക്ട് ചെയ്യാം, ഏത് റെഡ്യൂസിങ് ഏജന്റ് നമുക്ക് സെലക്ട് ചെയ്യാം എന്നും ഈ ഡയഗ്രം പറഞ്ഞു തരും. റെഡ്യൂസിങ് ഏജന്റ് ഏത് സെലക്ട് ചെയ്യാം എന്നും ഈ ഡയഗ്രം പറഞ്ഞു തരും. അതായത് ഫോർ എക്സാമ്പിൾ ഡെൽറ്റ ജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ്. എനിക്കിവിടെ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ലൈനിന്റെ പ്രത്യേകത Fe+O2 gives Fe2O3. ബാലൻസ്ഡ് അല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അയണോ ഓക്സിജനോ ചേർന്ന് അയൺ ഓക്സൈഡ് ആവുന്ന ലൈനാണ് ഇത്. ഇനി താഴെ ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിന്റെ പ്രത്യേകത കാർബണും ഓക്സിജനോട് ചേർന്ന് കാർബൺ മോണോക്സൈഡ് ആവുന്നു. കാർബണും പകുതി ഓക്സിജനോട് ചേർന്ന് കാർബൺ മോണോക്സൈഡ് ആവുന്ന ലൈനാണ് ഇത്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ കാണാം Fe2O3 എന്ന് പറയുന്ന മെറ്റൽ ഓക്സൈഡിലെ ലൈനിന്റെ താഴെയാണ് കാർബൺ മോണോക്സൈഡിന്റെ ലൈൻ വരുന്നത്. Fe2O3 കാർബൺ മോണോക്സൈഡുമായി ചേർത്ത് ചൂടാക്കിയാൽ മാത്രമേ Fe ആവൂ. അപ്പോൾ Fe2O3 Fe ആക്കി മാറ്റുന്നു. Fe2O3 ഓക്സിജൻ ഉണ്ട്, Feയിൽ എന്തില്ല? ഓക്സിജൻ ഇല്ല. ഒരു മെറ്റലിൽ ഒരു സ്ഥാനത്ത് നിന്ന് ഓക്സിജൻ പോകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. റിഡക്ഷൻ ഉപയോഗിക്കുന്ന ആളായിരുന്നു എന്ന് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ Fe2O3 Fe ആക്കി മാറ്റുന്നതാണ് ആരെന്ന് പറയുന്നത്? കാർബൺ മോണോക്സൈഡ് അല്ലേ? Fe2O3 Fe ആയി മാറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് റിഡക്ഷൻ. റിഡക്ഷൻ ഉപയോഗിക്കുന്ന ആളായിരുന്നു പറയുന്നത് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഇസ് കാൾഡ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. Fe2O3 Fe ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാർബൺ മോണോക്സൈഡ് ആണ്, അല്ലെങ്കിൽ Fe2O3 Fe ആക്കി മാറ്റുന്ന റിഡക്ഷൻ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് കാർബൺ മോണോക്സൈഡ് ആണ്. കാരണം ഒരു വസ്തു റെഡ്യൂസിങ് ഏജന്റായി ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ ലൈൻ ആ മെറ്റലിന്റെ ലൈനിന്റെ താഴെയായിരിക്കണം. എല്ലിംഗൻ ഡയഗ്രത്തിൽ ഒരു റെഡ്യൂസിങ് ഏജന്റ് ലൈൻ എന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡിന്റെ ലൈനിന്റെ താഴെ ആയാൽ മാത്രമേ അതിനെ റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കാൻ പറ്റൂ. നോക്കുക, Fe2O3 ലൈൻ ഇതല്ലേ, അതിന്റെ താഴെയല്ലേ കാർബൺ മോണോക്സൈഡ് ലൈൻ വരുന്നത് അല്ലേ? Fe2O3 ലൈൻ ഇതാണ്, അതിന്റെ താഴെയാണ് കാർബൺ മോണോക്സൈഡ് ലൈൻ വരുന്നത്. Fe2O3 ലൈനിന്റെ താഴെയാണ് കാർബൺ മോണോക്സൈഡ് ലൈൻ വരുന്നത്. അതുകൊണ്ട് കാർബൺ മോണോക്സൈഡ് റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കാം. ഇപ്പോ മുകളിൽ വരെയാണ് കാർബൺ ഡയോക്സൈഡ്, കാർബൺ ഓക്സിജൻ ചേർന്ന് കാർബൺ ഡയോക്സൈഡ് ആവുന്നു. കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ച് ഇവിടെ കാർബൺ മോണോക്സൈഡ് ഇവിടെ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കാൻ പറ്റുമോ? കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ Fe2O3 Fe ആവുമെന്ന് ചോദിക്കുകയാണ്. ഇല്ല. കാരണം എന്താണ്? കാർബൺ ഡയോക്സൈഡിന്റെ ലൈൻ എന്ന് പറയുന്നത് Fe2O3 ലൈനിന്റെ മുകളിലാണ്.
അപ്പോൾ ഒരു വസ്തു റെഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ആ റെഡ്യൂസ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് എല്ലിംഗ് ഡയഗ്രം എടുക്കുമ്പോൾ ആ ഓക്സിജൻ ലൈനിന്റെ താഴെ ആയിരിക്കണം. നാലാമത്തെ പോയിന്റ്, റെഡ്യൂസ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡിന്റെ ലൈനിന്റെ താഴെ ആയിരിക്കണം. ഇനി നോക്ക്, ഇവര് തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ഇല്ലേ, ഈ പോയിന്റിലെ ടെമ്പറേച്ചർ ഉണ്ടല്ലോ T1, ആ ടെമ്പറേച്ചറിന് മുകളിൽ മാത്രമേ ഇത് ഹീറ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? Fe2O3 Fe ആക്കി മാറ്റുമല്ലോ, അപ്പൊ ചൂടാക്കണമല്ലോ. ചൂടാക്കണമെങ്കിൽ ആ ടെമ്പറേച്ചർ എങ്ങനെ ഡിസൈഡ് ചെയ്യും? ഇതിന്റെ ലൈൻ നോക്കുക, എല്ലിംഗ് ഡയഗ്രത്തിലെ ലൈൻ നോക്കുക, ഇതിന്റെ എല്ലിംഗ് ഡയഗ്രത്തിലെ ലൈൻ നോക്കുക, Fe2O3 ലൈൻ, CO ലൈൻ നോക്കുക, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നോക്കുക, ആ പോയിന്റിലെ ടെമ്പറേച്ചർ എടുക്കുക, അതിന് മുകളിലുള്ള ടെമ്പറേച്ചർ എടുത്ത് ഹീറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഏത് ടെമ്പറേച്ചർ നടക്കും, അതാണ് ഞാൻ പറഞ്ഞത്, ഏത് ടെമ്പറേച്ചർ റിയാക്ഷൻ നടക്കും എന്ന് പറയാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം? എല്ലിംഗ് ഡയഗ്രം ഉപയോഗിക്കാം. അപ്പോൾ എല്ലിംഗ് ഡയഗ്രം മനസ്സിലായാൽ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ എല്ലിംഗ് ഡയഗ്രം യൂസ് ചെയ്യുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന്, റിയാക്ഷൻ എവിടെയൊക്കെ സ്പോണ്ടേനിയസ് ആണ് സ്പോണ്ടേനിയസ് അല്ലെന്ന് പറയാൻ പറ്റും. വിശദമായിട്ടൊന്നും അറിയേണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചറിന് മുകളിലാണ് ഒരു റിയാക്ഷൻ നടക്കുന്നതെന്ന് പറയാൻ പറ്റും. ഇനി ഒരു റിയാക്ഷനിലെ റെഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശരി.